So what if I told you there is a skill that can predict children's language acquisition and vocabulary? This is your speech therapist Febin Joseph. So കുഞ്ഞുങ്ങൾ വേർബലി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ ഹെഡ് കൊണ്ടും ബോഡി മൂവ്മെന്റ്സ് കൊണ്ടും പിന്നെ ആംസ് കൊണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങും. സോ ദിസ് ഇസ് കോൾഡ് ആസ് ജെസ്റ്റേഴ്സ്. സേ ഫോർ എക്സാമ്പിൾ അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ തലയാട്ടുന്നതും പിന്നെ ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ ഈ ജെസ്റ്റേഴ്സിലാണ് ഉൾപ്പെടുന്നത്. How is this gestures important in language acquisition? It shows their communication intent. അതായത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് കാണുവാണെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു തരുന്നതും പിന്നെ എന്തെങ്കിലും കാണാത്ത കാര്യങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ ടോയ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് കൊണ്ട് കാണിച്ചു തരുന്നതൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ ഇൻറ്റൻറ്റിലാണ്. അതായത് അവർക്ക് ഇൻട്രസ്റ്റഡ് ആണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് പോയിന്റ് ഇസ് നമ്മൾ പറയുന്നതും കാണിക്കുന്നതുമായിട്ടുള്ള വേർഡ്സും ആക്ഷൻസും അവർക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്തെങ്കിലും വേണമെങ്കിൽ ഈ ആക്ഷൻസിന് പകരം താന്നും കൂടെ പറയുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ആ ഒരു വേർഡും ആ ആക്ഷനും തമ്മിലുള്ള ഒരു ബന്ധം. സിമിലർലി എന്തെങ്കിലും കുഞ്ഞുങ്ങൾ കൈ പൊക്കുന്ന സമയത്ത് അപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഗ്രാജുവലി അവർക്ക് മനസ്സിലാവും ആ ഒരു ആക്ഷന് അപ്പ് എന്നുള്ള വേർഡാണ് കോറിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രാജുവലി കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ആക്ഷൻസും ഈ വേർഡ്സും നമ്മൾ കോറിലേറ്റ് ചെയ്തിട്ട് അവരുടെ വൊക്കാബുലറിയും ലാംഗ്വേജ് അക്വിസിഷനും ഒത്തിരി ഹെൽപ്പ് ചെയ്യും. Thus, this gestures are an important factor in language acquisition and vocabulary.